കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ഞാനിങ്ങനെ ഈ ഒരു തൈര് മുളക് പൊടിച്ചത് കണ്ടിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയിട്ട് ഇന്നാണ് കേട്ടോ ഞാൻ തൈര് എല്ലാവരും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇതേ വേഗം ചട്ടി എല്ലാവരും വെച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് 2 ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കണത്. അതൊരു 5-10 അല്ലി ഉള്ളി എല്ലാവരും എടുത്ത് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ, ഉള്ളി ഇട്ട് ഒന്ന് പയ്യനൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് നെടുകെ പിളർന്ന് ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഉള്ളി ഒരുപാട് മൂപ്പിച്ചതിന് ശേഷമാണ് മുളക് ഇട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റൊന്നും അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 8 പച്ചമുളക് നെടുകെ ഒന്ന് പിളർന്നിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ മുളകെല്ലാവരും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞതായിട്ട് വരും. അപ്പോൾ മുളക് ഇട്ട് കൊടുത്തപ്പോൾ തുടങ്ങി ഭയങ്കര പൊട്ടലായിരുന്നു കേട്ടോ. ഇതിൻ്റെ തരികളെല്ലാവരും ചേർന്ന് ഇങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മുളകെല്ലാവരും ഒന്ന് നന്നായിട്ട് മൂത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പെല്ലാവരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി എടുക്കുക കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കാനൊന്നും നിൽക്കരുത്. ചെറിയ രീതിയിലൊന്ന് ചൂടായി ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ കൊമ്പള വന്ന് പൊട്ടുമ്പോഴേക്കും നമുക്കതെല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ തൈര് മുളക് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മേലെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ സംഗതി സൂപ്പറായി റെഡി.